ഒന്ന് രണ്ട് വീഡിയോസ് ഫിഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഓർഡർ ചെയ്യണത്, പിന്നെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും അല്ല. കാരണം ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായി അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അതിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുക്കിങ്ങും പിന്നെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഫിലിമിന് പോയതും എല്ലാതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഞാൻ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ ഗോതമ്പൊടിയും റവയും ഏകദേശം ഒരു 4:1 റേഷ്യോയിലാണ് എടുക്കാറുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ്, ഓയിൽ, വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ബോൾ ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു ടൈമിൽ നമുക്കതിന് വേണ്ട മസാല കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ പൂരി ഉണ്ടാക്കി നോക്കുന്നത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അതാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം കേട്ടോ. പിന്നെ ഈ ഒരു മസാലയുടെ പ്രിപ്പറേഷൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സാധാരണ നമ്മളെന്താ കുറച്ച് ഓയിൽ ഒഴിക്കുക, പിന്നെ കുറച്ച് ഉള്ളി ആഡ് ചെയ്യുക, അതൊന്ന് വാടി വരുമ്പോൾ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ടൊമാറ്റോ കട്ട് ചെയ്തതും. ഈ ഒരു ടൈമിൽ നമുക്ക് പൊട്ടാറ്റോ, കുറച്ച് ഉരുളൻകിഴങ്ങ് കുക്കറിൽ നമുക്കൊന്ന് ജസ്റ്റ് വേവിക്കാൻ വെക്കാം. ഒരു 1 or 2 വിസിൽ കേട്ടോ, ലോ ഫ്ലെയിമിൽ, അത്രയും മതി. അതും കൂടി ആഡ് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറി റെഡിയായി. പിന്നെ ഇവിടെ നമുക്ക് എല്ലാവർക്കും അത് മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമായ കാരണം തന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഏകദേശം ശരിയാവും. പിന്നെ നമുക്ക് ഈ ഒരു പൂരി നമ്മൾ പ്രസ്സിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ഇത് അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വിസിറ്റിന് വന്ന സമയത്ത് നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു ഈ ഒരു പ്രസ്. അപ്പോൾ ഇത് അവിടെ എങ്ങനെ ഇരിക്കുന്ന കാരണമായിരുന്നു ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോഴും അറിയാമല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഈ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ ഇപ്പം ഞാനിതിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ഓയിൽ ഉണ്ടല്ലോ, അത് ഞാൻ പിന്നെ റീയൂസ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ കുറേ വീഡിയോസായി കാണുന്നത് ഇങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ കാര്യങ്ങൾ റീയൂസ് ചെയ്യണത് അത്ര നല്ലതല്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒട്ടും യൂസ് ചെയ്യാറില്ല. എന്തിലേക്ക് ഉപയോഗിച്ചതാണെന്നുണ്ടെങ്കിലും പിന്നെ ഞാനത് റീയൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും അല്ല. കാരണം ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്നും ഈ ഒരു ദോശ, ഇഡ്ഡലി, ഈ ഒരു സംഭവമല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ചൊക്കെ ഇടയ്ക്കൊക്കെ ആവാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നോട് ഇതുപോലെ ഞാൻ ലാസ്റ്റ് ഒരു 1-2 വീഡിയോസ് ഫിഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഓർഡർ ചെയ്യണത്, ആപ്പ് ത്രൂ ആണോ അതല്ല നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയാണോ അവരെന്ന് ചോദിച്ചിട്ട് എനിക്ക് 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ നമ്പർ, നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ വിളിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ കിസൈസിലാണ്, വാസൽ വില്ലേജിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ്റെ കാര്യങ്ങൾ എവിടെയാണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ടായിരിക്കും, റിപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഞങ്ങൾ വാട്സപ്പ് ത്രൂ ആണ് കോൺടാക്ട് ചെയ്യാറ്. നമുക്ക് അവർ ഡെയിലി ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ ഏതൊക്കെയാണെന്നുള്ളത് അവർ സ്റ്റാറ്റസൊക്കെ വെക്കാറുണ്ട്. പിന്നെ മീൻ മാത്രമല്ല കേട്ടോ, ചിക്കൻ, മീറ്റ് ഐറ്റംസ്, പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഗ്രോസറി ഐറ്റംസ് എല്ലാം അത് അവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇവിടെ വാസൽ വില്ലേജിൽ അവർ 2 വട്ടം ഡെലിവറി ചെയ്യുന്നുണ്ട്. അതായത് മോർണിംഗിലും ഈവനിങ്ങിലും ചെയ്യുന്നുണ്ട്. മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പറഞ്ഞാൽ ഏകദേശം ഒരു 11 മണി 12 മണിയുടെ ഉള്ളിലായിട്ട് നമുക്ക് ഡെലിവറി അവർ ചെയ്യാറുണ്ട്. അതേപോലെ ഈവനിങ് നമ്മൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 ആ ഒരു ടൈമിൽ ഡെലിവറി ചെയ്യാറുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ തന്നെയാണ് അവിടെ ചെയ്യാറുള്ളത്. പിന്നെ ഇന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്ന് എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഇത് പറയുക പുതിയാപ്പിളക്കോരാന്നാണ്. ശരത്താൻ്റെ വീടിൻ്റെ അവിടെ ഇത് പറയുക ചെമ്പല്ലി എന്നാണ്. ഇവിടെ സുൽത്താൻ ഇബ്രാഹിം. അപ്പോൾ ആ ഒരു മീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ മസാല കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, പെരിഞ്ചീരകം, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് മീനിൽ നമ്മൾ മസാല തേച്ച് വെക്കുക. പിന്നെ ആവശ്യമുള്ള ആ സമയത്ത് നമ്മൾക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യത്തിലേറെ പാത്രങ്ങളും ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് പോയി. ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയും പോയി നെസ്റ്റോന്നൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് നേരെ അങ്ങനെ വയ്ക്കുകയാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ സ്പേസ് കാര്യങ്ങളൊക്കെ ഒത്തിരി അങ്ങനെ പോവാണ്. അതല്ലാതെ നമ്മൾ മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വരുമ്പോഴത്തേനും ഋതു ഓടി വരും. അപ്പോൾ ശരത്തണ്ണ ഋതു കൂടി അവിടെ നിൽക്കുന്ന സമയത്ത്, അത് നമ്മൾ വീക്കെൻഡിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ശരത്തണ്ണ ഋതും ഹോളിൽ നിൽക്കുമ്പോഴാണ് ഞാനിത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡീപ്പ് ക്ലീൻ ഒന്നും അല്ലാണ്ട് ജസ്റ്റ് അന്ന് അഴുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു.
പിന്നെ ഞാൻ ഡേ ടു ഡേന്ന് ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സ് കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് വെച്ചു. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് സാലഡ്സ് കാര്യങ്ങളൊക്കെ രാത്രി കഴിക്കുന്ന ഒരു ശീലം ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എപ്പോഴും സ്റ്റോക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതേപോലെ ഓർഗനൈസേഴ്സിൽ ഈ ഒരു ബോക്സിൽ നമ്മളിങ്ങനെ വെച്ച് ഓർഗനൈസ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ അത്യാവശ്യത്തിലേറെ സ്പേസ് വന്ന പോലെ തോന്നി കേട്ടോ. ഫൈനലി നമ്മൾ എല്ലാതും കൂടി വെച്ച് കഴിഞ്ഞപ്പം ഏകദേശം ഇങ്ങനെയാണ് ഫ്രിഡ്ജ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇനിയും എത്രയോ സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. മുന്നേ നമുക്ക് ഇത്രയധികം സ്പേസ് ഉള്ളത് അറിയുന്നില്ല. ഇങ്ങനെ ഈ കവറോട് കൂടി വെക്കുന്ന കാരണം നമുക്ക് ഒത്തിരി സ്പേസ് പോകുമായിരുന്നു. അപ്പോൾ എല്ലാതും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈവനിങ് എനിക്കൊരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ദേര സിറ്റി സെൻറ്ററിലുള്ള വോക്ക് സിനിമാസിൽ പോയിട്ട് ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ടു. ബ്രൊമാൻസ് ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല എന്നുള്ള ഒരു സിനിമ. എനിക്ക് വലിയ ഇഷ്ടമായി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ് സിനിമയായിരുന്നു. അപ്പോൾ നമ്മൾ 10:40 ഷോ ആയിരുന്നു. നമ്മളൊരു 9 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി. പിന്നെ ഋതുവിന് ഈ ടോയ് ഷോപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ ആളവിടെ സ്റ്റക്കായിട്ട്, എല്ലാ വട്ടവും അവിടെ സ്റ്റക്കാവാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ നിന്ന് ഒരു എയറോപ്ലെയിൻ വാങ്ങിക്കൊടുത്തിട്ട് അവന്. എന്തായാലും നമ്മൾ സിനിമ കാണാൻ പോവുകയാണല്ലോ, അവൻ കുറച്ച് നേരമൊക്കെ അതൊക്കെ കളിച്ചിരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഒരു എയറോപ്ലെയിനൊക്കെ വാങ്ങിക്കൊടുത്തു. ശരത്തേനെ അവിടെ ഹൾക്കിൻ്റെ മാസ്കൊക്കെ ഇട്ടിട്ട് അവനൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാണ്, പക്ഷെ അവൻ പേടിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ മമ്മൂട്ടിയുടെ പുതിയ സിനിമയുടെ ഒരു ബസൂക എന്നുള്ള സിനിമയുടെ ഒരു കൗണ്ടറൊക്കെ, സിനിമയുടെ കൗണ്ടറല്ല, അവർ കുട്ടികളുടെ ഒരു നമ്മളെ പ്ലേ ഏരിയയ്ക്കും കൂടി പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ സമയം ഉണ്ടായിരുന്നല്ലോ, ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു 2 hours നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു 10:45 ആവാറാകുമ്പോൾ നമ്മൾ നേരെ സിനിമയ്ക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് കുറേ മൂവി ട്രെയിലേഴ്സ് കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഫിലിം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കയറാറുള്ളൂ. കാരണം കൂടുതൽ ഇരുട്ടിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ ഋതുവിനും ബോറടിച്ചിട്ട് അവൻ ചിലപ്പോൾ കരഞ്ഞാലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കയറാറുള്ളൂ കേട്ടോ. പിന്നെ ആൾ ഇൻ്റർവെൽ ആയപ്പോഴത്തേനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ആയിരുന്നു നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഫസ്റ്റേ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ഋതു. ഇപ്പോൾ അവന് പോയിട്ട് ഇപ്പോൾ അവനായിട്ട് നമ്മളൊരു മോർ ദാൻ ഒരു 10 ഫിലിംസോളം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ തന്നെ മനസ്സിലായി തോന്നുന്നു വേറൊരു ഓപ്ഷൻ ഇല്ല, ഒതുങ്ങിയിരിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഇൻ്റർവെൽ വരെയൊക്കെ അവൻ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. അത് കഴിഞ്ഞാൽ ആശ നല്ലൊരു ഉറങ്ങും. പിന്നെ സിനിമയൊക്കെ കഴിഞ്ഞിട്ടാണ് എണീക്കാറുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.